ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മിയ ജോർജ്. മാത്രമല്ല, മിനി സ്ക്രീനിലൂടെ തുടക്കം കുറിച്ച് ബിഗ് സ്ക്രീനിലെത്തി താരമായി മാറിയവരിൽ ഒരാളാണ് മിയ. ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായ മിയ ആദ്യമായി അഭിനയിച്ച ചിത്രം 2010 പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രമാണ്. മണിക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ താരം അവതരിപ്പിച്ചത്. എന്നാൽ ആ ചിത്രം വാണിജ്യപരമായ വലിയ വിജയം കണ്ടില്ലെന്ന് തന്നെ പറയാം. എന്നാൽ മിയ എന്ന ചലച്ചിത്ര താരത്തെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അറിയപ്പെടുന്ന മോഡൽ കൂടിയായിരുന്നു മിയ. 2012 കേരള മിസ് ഫിറ്റ്നസ് മത്സരത്തിലേക്ക് മിയയെ തെരഞ്ഞെടുത്തിരുന്നു. സിനിമയിലെത്തിയപ്പോൾ മികച്ച അവസരങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചത്. ബിസിനസ്സുകാരനായ അശ്വിൻ ഫിലിപ്പിനെയാണ് മിയ വിവാഹം ചെയ്തത്. ഇനി അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഇവരുടെ വിവാഹം. അടുത്തിടെയായിരുന്നു ഇവർക്കിടയിലേക്ക് ലൂക്ക എത്തിയത്. പ്രസവ സമയത്തെ ഇടവേളയ്ക്ക് ശേഷം താരം വീണ്ടും സിനിമയിൽ തിരിച്ചെത്തിയിരുന്നു. അമ്മ ജീവിതം ആസ്വദിക്കുന്നതിനൊപ്പമായി ജോലിയും കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്ന് മിയ പറയുന്നുണ്ട്. ഇപ്പോഴിതാ വിശേഷങ്ങൾ പങ്കിടുകയാണ് നടി. സിനിമയിലേക്കുള്ള എൻട്രി കിട്ടുന്നത് സീരിയൽ അഭിനയത്തിൽ നിന്നുമാണ്. വന്ന അവസരങ്ങളെല്ലാം ഇരു കൈയും നീട്ടി അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. അന്നത്തെ സിനിമയിൽ നായകന്റെ പെങ്ങളായിട്ടായിരുന്നു, അല്ലാതെ ഒരിക്കലും ചൂസിയായ ആളൊന്നുമായിരുന്നില്ല. ഞാൻ അഭിനയം അത്ര പാഷനായി കൊണ്ടു നടന്ന ആളുമല്ല. പക്ഷെ ദൈവകൃപ കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് മിയ പറയുന്നു. അതേസമയം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തും എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് എത്തണമെന്നും കരുതുന്ന 1000 പേരുള്ളപ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാകാത്ത, അല്ലെങ്കിൽ ഒരിക്കലും മറന്നുകൂടാത്ത ഒരു ഭാഗ്യമെന്ന് ഞാൻ പറയുമെന്നും മിയ കൂട്ടിച്ചേർത്തു. എന്തായാലും ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ തലവര നേരെ ആയതുകൊണ്ട് ഞാൻ ഇവിടം വരെ എത്തിയെന്നാണ് മിയ തുറന്നു പറയുന്നത്. അതേസമയം തന്നെ അഭിനയം മനസ്സിലാക്കും മുൻപെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുന്നതെന്നും 10ാം ക്ലാസ്സിൽ അവധി സമയത്താണ് ഞാൻ അഭിനയത്തിലേക്ക് എത്തുന്നതെന്നും നടി പറയുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ ഒരു അച്ഛൻ വഴിയാണ് ഞാൻ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയത്. അന്ന് അൽഫോൻസാമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 1000 രൂപ മാത്രമായിരുന്നു. ആ പൈസ തന്നപ്പോൾ ശമ്പളമായിരുന്നെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നെന്നും മിയ കൂട്ടിച്ചേർത്തു. അഭിനയത്തിലേക്ക് എത്തിയില്ലായിരുന്നു എങ്കിൽ ഉറപ്പായും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുമായിരുന്നു. എനിക്കൊരു കാര്യം വിശദീകരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ ഇഷ്ടമാണെന്നും അറിയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചറാകാനായിരുന്നു ഏറെയും ഇഷ്ടമെന്നും നടി പറയുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ടീച്ചർ ആയേനെയെന്നും മിയ വ്യക്തമാക്കുന്നുണ്ട്. ബിസിനസ് ആണ് ഭർത്താവിന്. എറണാകുളത്താണ്. പുള്ളിയുടെ പാരന്റ്സും ഒപ്പമുണ്ട്. എറണാകുളത്ത് താമസം. എനിക്കൊരു ചേച്ചിയാണ്. ചേച്ചിക്കും ഇപ്പോൾ ബിസിനസ്സാണ്. ഒരു ബൊട്ടിക് ഉണ്ട്. കോവിഡ് സമയത്താണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ സെറ്റിൽഡ് ആകുന്നത്. ചേച്ചിയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മിയ പറഞ്ഞു. അതേസമയം തന്നെ 2012 പുറത്തിറങ്ങിയ ചേട്ടായ്സ് എന്ന ചിത്രത്തിലാണ് താരം ആദ്യമായി മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിജു മേനോന്റെ ഭാര്യയായിട്ടായിരുന്നു ചിത്രത്തിൽ മിയ അഭിനയിച്ചത്. ചേട്ടായ്സ് എന്ന ചിത്രത്തിനു ശേഷം മിയയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു. മോഹൻലാൽ, ആസിഫ് അലി എന്നിവർ അഭിനയിച്ച റെഡ് വൈൻ ആയിരുന്നു മിയയുടെ അടുത്തൊരു ചിത്രം. അതിനുശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മെമ്മറീസ് എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആ വർഷത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മെമ്മറീസ്. പിന്നീട് കുഞ്ചോക്കോ ബോബന്റെ കൂടെ വിശുദ്ധൻ എന്ന ചിത്രത്തിൽ സെഫി എന്ന കഥാപാത്രത്തെ അവതരിച്ചു മുന്നേറി. പിന്നീട് റെഡ് വൈൻ എന്ന ചിത്രത്തിനു ശേഷം ആസിഫ് അലിയോടൊപ്പം വീണ്ടും മിയ അഭിനയിച്ചിരുന്നു. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഹായ് ഐ ആം ടോണി എന്ന ചിത്രമായിരുന്നു അത്. സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ മിയ മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. സിനിമയിൽ സജീവമായതോടെ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളുടെ മിയ തന്റെ സാന്നിധ്യം മലയാള സിനിമയിൽ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഹലോ നമസ്തേ, ബോബി, ദ ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങളിൽ മിയ മികച്ച കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. പിന്നീട് നിരവധി തമിഴ് ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്.